ലോഡ്ജെന്നും പറഞ്ഞ് നമ്മളാരെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കയറി പോയി. കേരള ആ ഇത് വലയില്ല. നമ്മൾ നിത്യ ലോഡ്ജ്. മലയാളം தெரியாது. ഓ ഗൈസ്, അപ്പോൾ 2 ഡോസ് വാക്സിനും നമ്മുടെ അടുത്ത് ഇ പാസും എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കൊറോണ സീനെ കഴിഞ്ഞെന്ന് വിചാരിച്ച് ഇ പാസും കാര്യങ്ങളൊന്നും എടുക്കില്ല. ഗൈസ്, കുറേ നേരം വഴി തെറ്റി നമ്മൾ തെങ്കാശി തന്നെ കിടന്ന് കറങ്ങുവാൻ കേട്ടോ. ആരാണ് മാപ്പ് നോക്കിയത്? നേരെ പോയി എന്നെ പിടിച്ച് അങ്ങോട്ട് മാപ്പ് നോക്കി ആരാണ്? മാനത്തിനെ പറ്റി ഒരു ചങ്കം മത്തങ്ങി അറിഞ്ഞാൽ വെള്ള പേപ്പർ എഴുതിക്കൊണ്ട് വരുന്ന നല്ല സ്പീഡ്. ആരും കാണുന്നത് ചാനൽ, ആരും വിശ്വസിക്കരുത്. എല്ലാം സ്ക്രിപ്റ്റാണ്. പൊളി വേറെ ലെവല്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. ബാക്കിലോട്ട് ആര് വലിക്കും? ഹാൻഡിൽ ഞാൻ നോക്കണം, എന്നാലേ വണ്ടി വരുള്ളൂ. പോട്ടെ, വലിക്കും. ഇത്രേ ഉള്ളൂ, നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്നുള്ള ഉപയോഗം ഉണ്ടോ? ഗൈസ്, അങ്ങനെ സ്ഥലം എത്തിയേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ധനുഷ്കോടിക്ക് പോവാണ്. സമയമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏകദേശം 2:40 ആവാൻ പോകുന്നു. 2:40 ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഒറ്റയ്ക്കല്ല, കുറച്ചുകൂടെ ഫ്രണ്ട്സൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ 2:30 മണിക്ക് 2 മണിക്ക് റെഡിയാവാൻ പറഞ്ഞിട്ട് 2:30 മണിക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ സമയം 2:54. ഞാനല്ലാതെ നമ്മുടെ ജംഗ്ഷനിൽ ഒറ്റ മനുഷ്യനില്ല, ഒരു ഈച്ച പോലും കാണാനില്ല. ഞാനും എൻ്റെ വണ്ടിയും മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ്. ലഗേജൊക്കെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ലാന കാലത്തൊക്കെ പോകുമെന്ന് അറിയാൻ വയ്യ. കൈലിയ അതെന്തേരി ഗൈസ്, ധനുഷ്കോടി പോകും. ഞാൻ ഷൂസും ജീൻസും ജാക്കറ്റൊക്കെ ഫുൾ സെറ്റ് ചെയ്യുന്നപ്പോൾ ഒരാളിതാ കയ്യിലേക്ക് കൊടുത്തു തരുന്നു. വെറൈറ്റി തന്നെ. ശബരിയല്ലേ പോണ? ഓ അങ്ങനെ. ഞാൻ രാമേശ്വരം എത്തിയിട്ട് എന്താണ് കാവി കയ്യിലും ഇതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരാഗ്രഹം അവിടെ ഗൈസ്. അവസാനം നമ്മൾ ഓണാണ്. സമയം ഒരു 3:30 ആവാറായിട്ടാ. 2:30 മണിക്ക് പോകാൻ വേണ്ടി നിന്നതാണ്. 1 മണിക്കൂറായിരുന്നു പോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇനി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കിളിമാനൂരാണ്. കിളിമാനിൽ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യാം. അവിടെ നിന്ന് നേരെ പറയാം. ധനുഷ്കോടി, രാമേശ്വരം, ധനുഷ്കോടി. ഗൈസ്, അപ്പോൾ ചായ കുടിക്കാൻ വിചാരിച്ച് ഒരു കട കണ്ടുപിടിച്ചു. ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ പഴംപൊരി, ഉള്ളിവട, കേക്കെല്ലാം രാവിലെ തന്നെ സെറ്റാണ് കേട്ടോ. സംഭവം പോയി 4 മണിയില്ലായിരുന്നു. എല്ലാം ആയിട്ടുണ്ട്. രാവിലെ എല്ലാം റെഡി എന്ന് പറഞ്ഞു. ഇപ്പോൾ തെങ്കാശി നമ്മൾ ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തെങ്കാശി ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. സംഭവം എന്ന് വെച്ചാൽ 2 ഡോസ് വാക്സിൻ എടുത്തിരിക്കും അങ്ങോട്ട് പോകാനായിട്ട്. അല്ലാതെ അവരിപ്പോൾ കയറ്റി വിടുമെന്ന് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ 2 ഡോസ് വാക്സിനും നമ്മുടെ അടുത്ത് ഇ പാസും എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കൊറോണ സീനെ കഴിഞ്ഞെന്ന് വിചാരിച്ച് ഇ പാസും കാര്യങ്ങളൊന്നും എടുക്കില്ല. അപ്പോൾ ഇ പാസ് അങ്ങ് എടുത്ത് കാണിച്ചാലേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്ന് ഗൈസ്, ഇ പാസ് എടുക്കാൻ ഭയങ്കര ചടങ്ങെന്ന് വെച്ചാൽ സൈറ്റിൽ കയറി ഇനി ഫില്ല് ചെയ്യാൻ ഫോമും കാര്യങ്ങളൊന്നും ബാക്കിയില്ല. കുറേ അത് അടിച്ചതിന് ശേഷം ഇപ്പോൾ ഇ പാസ് കിട്ടി. ഏകദേശം ഇപ്പോൾ 1/2 മണിക്കൂറോളം ഇവിടെ നമ്മൾ പോസ്റ്റായി. അതിനുശേഷം ഇപ്പോൾ പോകാനുള്ള എന്തോ പേപ്പറിലൊക്കെ എഴുതിയൊക്കെ തന്നു. പിന്നെ ഇവിടെ നിന്ന് നേരെ തെറിയാം. നമ്മളെ തമിഴ്നാട് പോലീസിന് ഗോപ്രോ വെച്ചെന്ന് പറഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. നമ്മളെ കേരള പോലീസിന് അത്ര ചൊറിച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മുടെ ഇ പാസ് എടുക്കാൻ പറഞ്ഞ പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചേക്കുന്നുണ്ടുകൊണ്ട് പുള്ളി പറഞ്ഞ് ക്യാമറ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് അത്രേ പറഞ്ഞുള്ളൂ. വേറെ എങ്ങനെ
നമ്മളെ കേരള പോലീസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. ഹെൽമെറ്റിൽ ക്യാമറ ഉണ്ടെന്ന് മനസ്സിലായി, എന്നാലും അവരൊക്കെ വേറെ വിഷയമോ എന്താണ് നമ്മളെ അടുത്ത് അത്ര പ്രശ്നമായിരുന്നു പെരുമാറിയൊന്നുമില്ല. അതൊക്കെ ഭയങ്കര കൂളായിരുന്നു പോലീസുകാരൊക്കെ. ഭയങ്കര നല്ല മാന്യമായിട്ടൊക്കെയാണ് പെരുമാറിയത്. തമിഴ്നാട് പോലീസ് കേരള പോലീസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. നല്ല കുറച്ച് പോലീസുകാരായിരുന്നു. പാസ്സൊക്കെ എടുക്കാനുള്ള സംഭവമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ആദ്യമൊക്കെ കുറച്ച് ഫോർമലായിട്ട് സംസാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തമാശയൊക്കെ കുറച്ച് പറയും. അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ്. എന്തായാലും തമിഴ്നാട് പോലീസ് എന്തായാലും അടിപൊളി. പൊളി. ആ റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയായിരുന്നു. ട്രെയിൻ വന്ന അവിടെ സൂപ്പറായിരുന്നു. കുറേ നേരം വഴി തെറ്റി നമ്മൾ തെങ്കാശി തന്നെ കിടന്ന് കറങ്ങുവാണ്. ആരാണ് മാപ്പ് നോക്കിയത്? നേരെ പോയി എന്നെ പിടിച്ച് അങ്ങോട്ട് മാപ്പ് നോക്കി ആരാണ്? പിന്നെ അല്ലേ പവർ പവർ പാണ്ടി വണ്ടി ഇതല്ല, പാണ്ടി വണ്ടിയുടെ വേറെ ഉണ്ട്. ഒറ്റ രാത്രി കൊണ്ടൊരു വലിയ ജനസമൂഹത്തെ കടൽ തിരമാൽ നമ്മളെ പോകുന്ന ധനുഷ്കോടിയുടെ ഹിസ്റ്ററി മുഴുവൻ ഏതാ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അത് കണക്ക് എഴുതിക്കൊണ്ട് വന്നേക്കാൻ കേട്ടോ മല്ലു സ്പിയർ. നമ്മൾ ഉറങ്ങി വന്ന് കറക്റ്റ് എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. പക്ഷേ പൊളി ഒരു വൈബ് സ്ഥലം. നമ്മൾ ആ കേരളമൊക്കെ പോലെ വയലൊക്കെ ആകുമ്പോൾ പൊളി പൊളി കാറ്റാടിപ്പാടം കണക്ക് ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ മൊത്തം വയലും നമ്മുടെ നെല്ല് തന്നെയാണ് നട്ടേക്കുന്നത് അവർ. എന്തായാലും ഇപ്പോൾ തമിഴ്നാടാണ് ഉള്ളത്. എവിടെയാണ് കറക്റ്റ് സ്ഥലവും ലൊക്കേഷനോ ഒന്നും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. വ്യൂ പോയിൻ്റ് കണ്ടുകൊണ്ട് നിർത്തിയാണ് കേട്ടോ. ഈ സൈഡ് മൊത്തവും വെള്ളവും ആ സൈഡ് മൊത്തം വയലും കാര്യങ്ങളൊക്കെയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം, ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ സൈഡ് മൊത്തം കാറ്റാടിപ്പാടം കാര്യങ്ങളൊക്കെ കാട്. നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ. ഒക്കെ വൈബ് സ്ഥലം. ക്യാമറയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ പെട്ടെന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കേരളം കണക്കാണ്. നെല്ലാണ് നട്ടേക്കുന്നത്, വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് പൊളി. അപ്പോൾ ഏകദേശം നമ്മളങ്ങ് എത്താറായി. ഏകദേശം ഇനി ഒരു അരമണിക്കൂർ കൂടെയാണ് മാപ്പിൽ കാണിക്കുന്നത്. ഒരു അരമണിക്കൂർ കൂടെ ഉള്ളൂ. വീണ്ടും ഒന്ന് സൈഡാക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതിനിടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ പെയ്തു. ഇപ്പോൾ വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് നടുവൊക്കെ നിർത്താൻ വേണ്ടി ഒന്ന് നിർത്തിയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ നല്ല ഏറ്റവും കിടിലായിട്ടുള്ള സ്ഥലം. അപ്പുറത്ത് നല്ല വ്യൂ പോയിൻ്റ് അവിടെയും തന്നെയുണ്ട്.
ഇത് വയലാണെന്ന് അറിയാൻ വയ്യ, വെള്ളം കയറി കിടക്കുന്നതാണെന്ന് അറിയാൻ വയ്യ. നമ്മൾ ടീമിൽ 3 പേര് അവിടെ നിൽക്കുന്നുണ്ട്. മഴയായിരുന്നു ഇടയ്ക്ക്, അതുകൊണ്ട് ഗോപ്രോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറേ വിഷ്വലൊക്കെ കട്ടായിപ്പോയെല്ലാം എടുക്കാൻ പറ്റിയില്ല. മഴ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മഴ കുറച്ച് പണി വന്നു, അരമണിക്കൂറോളം കയറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇനി അരമണിക്കൂറുണ്ട്, ധനുഷ്കോടി എത്താൻ വേണ്ടി ഇനി അരമണിക്കൂറുണ്ട്. പോവല്ലേ, പോവാം. പാലത്തിനെ പറ്റി ഒരു ചങ്കും മത്തങ്ങ അറിഞ്ഞാൽ വെള്ള പേപ്പർ എഴുതിക്കൊണ്ട് വരുന്ന മല്ലു സ്പീർ. ആരും കാണരുത് ചാനൽ, ആരും വിശ്വസിക്കരുത്, എല്ലാം സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ്. എൻ്റെ പൊന്നെ, പൊളി വേറെ ലെവല്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. സംഭവമൊക്കെ ഗൂഗിളിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. സംഭവം ഇപ്പോഴാണ് പാമ്പം പാലം നേരിട്ട് കാണുന്നത്. ട്രെയിൻ വരുന്നുണ്ട്, ട്രെയിൻ വരുന്നു പൊളി. വരുന്നു ട്രെയിൻ വരുന്ന നമുക്ക് നേരിട്ട് കാണാം. പാലത്തികൂടെ, ഈ പാലത്തികൂടെ പോകാൻ കണ്ടിട്ട് യൂട്യൂബിലല്ലേ കണ്ടിട്ടുള്ളൂ. താഴോട്ട് നോക്കാനായിട്ട് എൻ്റെ പൊന്നേ, പൊളി. അങ്ങനെ അറ്റൊന്നും ഒന്നും കാണാൻ വയ്യ. അവിടെ ഒരു ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെയും കുറേ പനയും കാര്യങ്ങളും തെങ്ങൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. സെറ്റ്, പൊളി. എങ്ങനെയാണോ എന്താ കടലിൻ്റെ നടുക്ക് സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങറ്റം വരെ അങ്ങനെ കാണാൻ പറ്റും കേട്ടോ, സൂപ്പറാണ്. നല്ല സ്ലോ ആയിട്ടാണ് സംഭവം വരുന്നത്. നോർമൽ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ ഇത് കുറവാണ്, ഇത് കുറവാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നോർമൽ ട്രെയിനിൻ്റെ അത്ര ലെങ്ത് എനിക്ക് ഇവിടെ എന്നിട്ട് തോന്നുന്നില്ല. ഇന്ന് ഹൈറ്റ് നിൽക്കുമ്പോൾ തോന്നുന്നതാണെന്ന് അറിയാൻ വയ്യ. ബോഗി കുറവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സംഭവം എന്തായാലും ഭയങ്കര ഒരുപാട് നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അത് കാണാൻ പറ്റും. രസമുണ്ട് പോകുന്നത് കാണാനായിട്ട്. ഏകദേശം ഇവിടെ നിന്ന് 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇടയ്ക്കിടെ പോയിരിക്കുന്ന ഈ പാലത്തിന്. സംഭവം വിഷയം വേറെ ലെവൽ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ രാമേശ്വരം എത്തി. രാമേശ്വരം അമ്പലമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കയറുന്നില്ല, മിക്കവാറും നമ്മൾ നാളെ വെളുപ്പിനായിരിക്കും കയറുന്നത്. ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ധനുഷ്കോടിയിലോട്ടുള്ള ആ ഒരു ടേണിങ് കഴിഞ്ഞ് കുറച്ചിട്ട് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഡ്ജിൽ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ധനുഷ്കോടിയിലോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ലഗേജൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ നമ്മുടെ ലോഡ്ജിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാമേശ്വരം നമ്മളെത്തി. ഏകദേശം ഇവിടെ മൊത്തം ടാസ്ക്കാണ്. ലോഡ്ജെന്ന് പറഞ്ഞാൽ നമ്മളാരെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കയറി പോയി. കേരള ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് തന്നെ ഇത് വലയില്ല. നമ്മൾ നിത്യ ലോഡ്ജ്. മലയാളം தெரியாது. ഓ, നമ്മള് ധനുഷ്കോടി നമ്മള് റൂം ബുക്ക് ചെയ്ത റൂം. ഓക്കെ, ടാറ്റ. എൻ്റെ പൊന്നെ, തമിഴന്മാരെന്നാണോ എന്തോ വാരിക്കൂട്ടി അടിക്കാൻ പോണത്. നിത്യ ലോഡ്ജ് ഇതാരി. നീ അവരെ അടുക്കള വഴി ഇറങ്ങിയ ഫോട്ടോയാ? ഒന്നും എന്തോ അറിയാൻ വയ്യ.
பாட்டி இங்கே நிற்கிறாங்க. கலாத்திரம் வராதுரு. ஆமாம், அதுக்கும் நிற்கிறாங்க. இந்த சரி நினைக்கிறேன். சரி. ஓ நேராக போங்க. இந்த ஒரு பாதை இருக்குல்ல, ஸ்ட்ரெயிட்டாக போங்க. மெயினுக்கு போயிருங்க. அந்த இப்போ வந்து இல்லை, ஸ்ட்ரெயிட்டாக மெயினுக்கு போயிருங்க. மெயின்ல இருந்து ஒரு மேடு ஏறும் இந்த சைடு. இந்த சைடு மேலே ஏறிங்கன்னா எஸ்டிஎம் லாட்ஜ் பக்கத்தில். எஸ்டிஎம் லாட்ஜ்னு ஒன்று இருக்கும், அதுக்கு பக்கத்தில். சரி ஓகேவா. ಇಲ್ಲಿ വേറെ ലോഡ്ജ് റേറ്റ് കുറഞ്ഞ ലോഡ്ജ് ഏതെങ്കിലും ഉണ്ട്, പരിചയമുണ്ടോ? വേറെ ലാഡ്ജാ? നമുക്കിപ്പോൾ 6 പേരുണ്ട്, 6 പേർക്ക് പറ്റിയ അതുകൊണ്ട് லாட்ஜ் இங்கே இருக்கிற புறாமே லாட்ஜ் தான். நீங்கள் வந்து ഓക്കെ ശരി ഓക്കെ ബ്രോ. എന്നാലും എൻ്റെ നിത്യ ലോഡ്ജ് നിത്യ ലോഡ്ജ് അറിയാമോ? നിത്യ ലോഡ്ജ് ബെസ്റ്റ്. ആരടുത്ത് ചോദിക്കണം. എൻ്റെ പൊന്ന് കൈസ്, അവസാനം നിത്യ ലോഡ്ജ് കണ്ടുപിടിച്ചു. ഇതാണ് നിത്യ ലോഡ്ജ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ധനുഷ്കോടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 15 കിലോമീറ്റർ കൂടെ മാത്രമേ ഉള്ളൂ. റോഡ് ഒരു രക്ഷയില്ല, പക്ക സ്ട്രൈറ്റ് റോഡ്, വേറെ ലെവല്. അപ്പോൾ ഗൈസ്, ധനുഷ്കോടി എത്തിയില്ല. അതിന് മുമ്പ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. കയറ്റാൻ പറ്റൂല, വണ്ടി ടയർ പിടിക്കൂല. ഗൈസ്, നമ്മൾ കുറച്ചുകൂടെ ജസ്റ്റ് ഒന്ന് ഒരു വഴി കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച്. കൊള്ളാം, അടിപൊളി. വൈറ്റ് അവിടെ നിർത്ത്. നമ്മളവിടെ നിന്നുള്ള ബീച്ചുകളൊക്കെ ഒരു വൈറ്റ്, ഫുള്ള് വൈറ്റ് മണലും കാര്യങ്ങളൊക്കെ, കടൽ തീരയും മണലും എല്ലാം മൊത്തത്തിൽ വൈറ്റ് മയ. നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക്. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം. എന്തായാലും ഇവിടെ കൊള്ളാം, നല്ല നൈസായിട്ടുണ്ട്. ഇവിടെ നേരെ തള്ളി അങ്ങോട്ട് പോയി. ഞാൻ തള്ളൂല്ലേ? എവിടെ പോണേ? മുട്ടിൽ കഴിഞ്ഞ് അവിടെ ഒന്നുമില്ല, വാ പോവാം. മൊത്തം വൈറ്റ് ആയിട്ട് ഇടക്കണം, അതാണ് ഞാൻ കയറിയത്. ഓ, ഞാൻ വെച്ച് മറ്റെല്ലാം മഞ്ഞാണ്. ഇങ്ങനെ ഞാൻ പാരി ഇങ്ങനെ കളിക്കാൻ വേണ്ടി വായിലെറിഞ്ഞ് ബാഗിലോട്ട് ആര് വലിക്കും? ഹാൻഡിൽ ഞാൻ നോക്കണം, എന്നാലേ വണ്ടി വരുള്ളൂ. പോട്ട് വലിക്കും. ഇത്രേ ഉള്ളൂ, നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്നുള്ള ഉപയോഗം ഉണ്ട്. തല ചുവന്നാലും നമുക്ക് പുറത്തെത്തിക്കാം. എനിക്ക് അവിടം വരെ വെച്ചപ്പോഴേക്കും മനസ്സിലായി അവൻ നടക്കൂല, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ. രസമാണ്. ഓക്കെ. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എത്തി കേട്ടോ. ഇത്തിരി ലോങ് ആയിരുന്നു, നമ്മൾ കുറച്ച് താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് വഴിയും കാര്യങ്ങളൊക്കെ ലേറ്റായി. വഴിയും കാര്യങ്ങളാകുമ്പോൾ തെറ്റി. അപ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന ആ ഒരു ലാസ്റ്റ് പോയിന്റ് നമ്മൾ എത്തി. അപ്പോൾ ആ സാധനമാണ്. നിങ്ങൾ ഗൂഗിളിലും വന്നിട്ടുള്ളവർക്ക് അറിയാം സംഭവം. എന്തായാലും ഇവിടെ എത്തി, പൊളി സെറ്റ് വൈബ്. തിരക്കുണ്ട്, പക്ഷെ ഇവിടെ ആരും മാസ്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അല്ലേ? ഇവിടെ ആരും മാസ്ക് ഒന്നും വെച്ചിട്ടില്ലല്ലോ. അത് മാസ്ക് വെച്ചു. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ വെള്ളമൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ല, എന്തോ അസുഖമുള്ള കണക്കാണ് ആൾക്കാർ വിചാരിച്ചത്. അതന്നെ, നമ്മൾ മാസ്ക് വെച്ചിരിക്കുമ്പോൾ നമുക്കാണ് കൊറോണ എന്നാണ് ഇവിടെ ഉള്ളത് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മൾ മാസ്ക് മാറ്റി ആരും നടത്തി വെച്ചാണ്. ഇവിടെ ആരും മാസ്ക് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റ് എത്തിയിട്ടാ. നമ്മുടെ ഇന്ത്യയിലെ ലാസ്റ്റ് പോയിന്റ് എന്നറിയപ്പെടുന്ന ധനുഷ്കോടി. നമുക്ക് ഇന്ത്യയുടെ എന്നല്ല, സൗത്ത് ഇന്ത്യയുടെ ഒരു മുനമ്പാണ് നമ്മുടെ ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുൻപല്ല, ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയുടെ ഒരു കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അറ്റത്തുള്ള ഒരു പോയിന്റാണ് ഇത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്താണ് ഭൂഖണ്ഡങ്ങളുടെ ആ ഒരു വേർതിരിവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പിളർന്നു മാറും, അതിലെങ്ങനെയോ സംഭവിച്ച ഒരു ഏരിയ ആയിരിക്കണം ഇത്. അപ്പം ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചരിത്രപരമായിട്ടല്ല,
മിത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് ശ്രീരാമൻ സീതയെ ഉണ്ടാക്കിയ പാലം ഇവിടെ അല്ല ഈ കഥ ശരിക്കും നന്നായിട്ട് നമ്മൾ മല്ലു സ്പിയർ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മല്ലു സ്പിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ കുക്കു ആയിരിക്കും ആദ്യം ഈ വീഡിയോ ഇടുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കിടന്ന് ഉടനെ മല്ലു സ്പിയറിലോട്ട് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഹിസ്റ്ററി ഒക്കെ എന്താണ് ഉറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടിയിലായിട്ട് പവിഴപ്പുറ്റുകളുണ്ട്. അവിടെ ഈ മണൽ വന്ന് അടിഞ്ഞ് അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ ധനുഷ്കോടി എന്നാണ്. പക്ഷേ നമ്മുടെ കഥകളിലൊക്കെ ഉള്ളത് അതെല്ലാവർക്കും അറിയാമല്ലോ, ശ്രീരാമൻ വാനരസേനയെ കൊണ്ട് മണ്ണിട്ട് ശ്രീലങ്കയിലോട്ടുള്ള ഒരു പാത നിർമ്മിച്ചു എന്നൊക്കെയാണ് ഉള്ളത്. അത് ഞാനീ പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം ഈ കഥകളെ അവരുടെ വിശ്വാസങ്ങളിൽ ചേർത്ത് വയ്ക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് ഉണ്ടാവില്ല. അപ്പം ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. ഫ്ലോട്ടിംഗ് റോക്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ നമുക്കതൊന്നും കാണാൻ സാധിച്ചു. ഇവിടെ ഒന്നും കാണാൻ വയ്യ കേട്ടോ, മൊത്തം വെള്ളം കൂടുതലാണ്. വെള്ളം കയറി കിടക്കും. ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നൊക്കെ ഒരു പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ കുഴപ്പമില്ല, വെള്ളം കുറയുന്ന സമയത്ത് നമുക്ക് വരാം. വെള്ളം കുറയും തോന്നുന്നില്ല, കാലാവസ്ഥയൊക്കെ മാറി വെള്ളമൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ കാണുന്നില്ല. കാരണം ഏറ്റവും അറ്റത്ത്, കടലിന്റെ ഏറ്റവും അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയി അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആയെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഗോപ്രോയുടെ ചാർജും തീരാറായി. വേറെ എക്സ്ട്രാ ബാറ്ററി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, മല്ലു സ്പിയറുടെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിലായിരിക്കും ഈ വീഡിയോ ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ചാനൽ വരും കേട്ടോ. അപ്പോൾ അവരുടെ ചാനൽ ഇങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണുന്നത്. ഇതൊന്നും ചെയ്യണ്ട. അതെ, അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കേട്ടാ.